പ്രിയപ്പെട്ട സുന്ദരികളെ സുന്ദരികളെ നിങ്ങളെ കാണാൻ ഒരുപറ്റം സുന്ദരന്മാരാണ് വന്നിരിക്കുന്നത്. അപ്പം ഞാനോട് ഒരു പിക്കപ്പ് ലൈൻ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. റോഡിലുണ്ട് ചരൻ, തോട്ടിലുണ്ട് പരൻ, നീ എൻ കരൻ. സിജു സാറിനെ നമ്മള് ഒരു പടത്തിൽ കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ഫെമിലിയർ. ദാറ്റ് ഈസ് രോമാഞ്ചം അല്ലേ? അന്ന് ഞങ്ങൾ ഫസ്റ്റ് ഇയേഴ്സ് ആയിരുന്നു. അന്ന് വന്നപ്പോ ഒരു വെറൈറ്റി ഔട്ട്ഫിറ്റ് ആയിട്ടാണ് വന്നത്. ദാറ്റ് ഈസ് ഇറ്റ് വാസ് എ റെഡ് മുണ്ട് വിത്ത് ബ്രൗൺ ലെതർ ജാക്കറ്റ്സ്. സോ അന്നേ ഞങ്ങൾ ഒന്ന് നോട്ട് ചെയ്തായിരുന്നു. സോ ഹൗ ഡു യു ഫീൽ കമ്മിങ് ബാക്ക് ടു STC? എന്റെ കൂടെ ഇരിക്കുന്ന ഒരാൾക്കും അറിയത്തില്ല ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വരുന്നത്. കഴിഞ്ഞ വർഷം രോമാഞ്ചത്തിന് വന്നപ്പോൾ ഞാൻ ജാക്കറ്റ് ഒരു കൈലിമുണ്ടി എടുത്താണ് ഇവിടെ വന്നിരുന്നത്. ഇപ്പൊ കുറച്ചുകൂടെ വേറൊരു കോസ്റ്റ്യൂമാണ് പിടിച്ചത്. സത്യം ഇത് പാളിയതാണ്. ഞാനൊരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തായിരുന്നു, കുൽസിതം പൊള്ളി എന്നും പറഞ്ഞോണ്ടൊരു ടീഷർട്ട്. പക്ഷെ എനിക്ക് ആ ടീഷർട്ട് ഇതുവരെ കിട്ടിയില്ല. ഇവിടെ ബ്ലൂ ഡാർട്ടിലോ ഇവിടെ കണ്ട് വന്നിരിപ്പുണ്ട്. തിരിച്ചു പോകുമ്പോൾ എടുക്കണം. അത് അശ്വതി ചേച്ചിയാണ് ഡിസൈൻ ചെയ്ത് തന്നിരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ആകാശം വരച്ച് പണം പോയി കാണുമോ? പടത്തിന്റെ പേരെന്തുവാ? ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. ഞങ്ങള് വാശി പിടിച്ചതാണ് ഒരു ബോയ്സ് പടത്തിന്റെ പ്രൊമോഷൻ ഒരു ഗേൾസ് കോളേജിൽ തന്നെ വേണമെന്ന്. വേണ്ടേ? എനിക്ക് ഈ ഫാൻ കാണുമ്പോൾ പേടി വരും. ഇതൊരു ഫാനായിരുന്നു. അപ്പം എല്ലാരും പോയി പടം കാണുക. ഞാൻ ഹാഷിറിന് ബൈക്ക് കൈമാറാം. ആദ്യത്തെ പടമാണ്. ഹാഷിറാണ് ഈ സിനിമയിലെ മെയിൻ വാഴ എന്ന് കേട്ടല്ലോ, അത് സത്യമാണോ? പിന്നെ നമ്മളെല്ലാരും ഒരു റൂമർ കേട്ടു വാഴ 2 ഒക്കെ വരുന്നുണ്ട്, ഹാഷിറാൻ ടീമാണ് മെയിൻ എന്നൊക്കെ. അതൊക്കെ സത്യമാണോ? അറിയില്ല. ഓക്കേ, താങ്ക് യു. ബോയ് നമ്മുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ കോണ്ടന്റ് ഹെഡ് തിരിച്ച് STCയിലേക്ക് വീണ്ടും വന്നിട്ട് എന്താണ് പറയാനുള്ളത്? ഞാനിവിടെ മൂന്നാമത്തെ പ്രാവശ്യത്തോട് വരണേ. ഓരോ പ്രാവശ്യം വരുമ്പോഴും അതേ പ്രശ്നസ് നമുക്ക് കിട്ടുന്നുണ്ട്. ശരിക്കും മൈക്കിൽ സംസാരിക്കാൻ പേടിയൊന്നുമില്ല. പക്ഷെ ഇന്നെന്തോ ഒരു ഒച്ചപ്പാട് പാടൊക്കെ ഉണ്ടപ്പോ കണ്ടപ്പോൾ പാനിക്കായി. എല്ലാവരുടെയും മുന്നിലാണ് നമ്മുടെ സിനിമ വാഴ, കുറച്ച് വാഴകളുടെ കഥയാണ്. അപ്പോൾ എല്ലാവരും 15-ാം തീയതി എന്തായാലും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണല്ലോ. അപ്പോൾ എല്ലാവരും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി നമ്മുടെ പടമൊക്കെ ഒന്ന് കാണാം, കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനോട് പറയാം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഫ്രണ്ട്സിനോട് പറയണം, നമ്മളോട് പറയാം. നമ്മളത് അടുത്ത പടത്തിൽ ഫിക്സ് ചെയ്യാം. സംഭവം നമ്മുടെ സൈനാഥനെ കാണാണ്ടായിട്ട് കുറെ നാളായല്ലോ സോഷ്യൽ മീഡിയയിൽ. STCക്ക് വേണ്ടിയൊക്കെ മിമിക് ചെയ്ത് കാണിച്ചു തരുമോ? സൈനാഥ് ആക്ച്വലി അത് ഞാനൊരു ഫൺ പർപ്പസിൽ ചെയ്തായിരുന്നു. പിന്നെ അതെല്ലാവരും ഇഷ്ടപ്പെട്ടപ്പോഴാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ എനിക്കൊരു സമയപ്പോൾ മടുത്തു. പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞേക്കും മടുത്ത്. അറ്റ് ലാസ്റ്റ് ഒരു മെസ്സേജ്, എനിക്കൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, മെസ്സേജ് കൊടുക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം. പക്ഷെ അത് എങ്ങനെ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് ഈ ഒരു ആള് നമ്മളെ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് പിന്നെയും അതിനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയ ആൾക്കാര്. ഈ സൈനത്ത് നമ്മുടെ ഒരു ടീമിന്റെ റെപ്രസെന്റ് ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും അതിനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ ആ മെസ്സേജ് അതുവഴി കൊടുക്കണം എന്നാണ്. പക്ഷെ ഇതുവരെ ഭയങ്കര കുറെ പേര് പ്രൈസ് ചെയ്തു നമ്മുടെ ഒരാളെന്നുള്ള രീതിയിൽ. അപ്പോ ഇത് പിന്നെ ഇങ്ങനെ മടുപ്പായി. ഇപ്പൊ പിന്നെ ഫിലിംസ് വിപിൻ ചേട്ടൻ തന്നെ നമ്മളുടെ ഫിലിമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. താങ്ക് യു. അപ്പൊ നമുക്കത് ചെയ്യാനൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല. അപ്പോ പക്ഷെ അതിന് ചെയ്യണമെന്നില്ല. ചെയ്യുകയാണെങ്കിൽ പുതിയത് എന്തെങ്കിലും ചെയ്തിട്ട് തുടങ്ങും. കേട്ടില്ല. ഹായ് കണ്ടില്ല. സത്യപറ മുകളിലിരിക്കുന്നത് കണ്ടില്ല. കൂടുതൽ ഞാൻ പറഞ്ഞ് വെറുപ്പിക്കണില്ല. ഇത്രയും പേര്
ചിരിയോടെ നിൽക്കുകയാണ് സമയമുള്ളൂ. അപ്പൊ എല്ലാരും അല്ല ഒളിച്ചിരിക്കണ്ടേ ഹായ്. ഓവറായിട്ട് സംസാരിച്ചാൽ വായി കിടക്കുന്ന ബൗൾക്കാൻ താഴെ വരും. നിങ്ങൾ എന്നെ പിടിച്ച് എയറിലാക്കും. എല്ലാവരും മസ്റ്റ് ആയിട്ട് ഓഗസ്റ്റ് 15 വാഴ കാണാൻ വരിക. മെയ് വാഴകളോടൊപ്പം ഞങ്ങളും കാണും. താങ്ക് യു എവരിവൺ. ബൈ.